അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഒരു ഉറുമ്പ് പ്രവാചകന്മാരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ കടിച്ചു. അപ്പോൾ ദേഷ്യം കൊണ്ട് ആ പ്രവാചകൻ ഉത്തരവിട്ടു ആ ഉറുമ്പുകളെല്ലാം കത്തിച്ചു കളയാൻ. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് വഹി ഇറക്കിക്കൊണ്ട് ചോദിച്ചു, ഒരു ഉറുമ്പ് നിന്നെ കടിച്ചതിനാണോ ആ ഒരു സമൂഹത്തിനെ മുഴുവൻ നീ കത്തിച്ചു കളയുന്നത്? ആ സമൂഹം മുഴുവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യരും ജിന്നും ഒഴിച്ച് ബാക്കി എല്ലാവരും പൂർണ്ണ മുസ്ലിങ്ങളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് ഈ പറയുന്നത്, അവരെല്ലാവരും മുസ്ലിങ്ങളാണ്. അവരവിടെ ഇരുന്നുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉറുമ്പുകൾ എന്ന് പറയുന്നത്. ഒരു ഉറുമ്പ് കടിച്ചതിന് നീ അപ്പോൾ ആ മുസ്ലിങ്ങളെ അല്ല അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു സമൂഹത്തിനെ മുഴുവൻ കത്തിച്ചു കളയുകയോ എന്ന് താക്കീത് പോലെ ചോദിച്ചു. ഇത് 1319 വീണ്ടും വരുന്നുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖറസത് നംലത്തുൻ നബിയ്യൻ മിനൽ അംബിയാഇ ഫഅമറ ബിഖറിയത്തിൻ നംലി ഫൗഹരിഖ ഫൗഹ അല്ലാഹു ഇലൈഹി അൻ ഖറസത്ക നംലത്തുൻ അഹ്റഖത ഉമ്മതൻ മിനൽ ഉമമി തുസബ്ബിഹുല്ലാഹ്. വീടുകളും ഈന്തപ്പനകളും കത്തിക്കുന്നത്. ഹർഖിദ്ദൂരി വന്നഖീലി. ജരീർ വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നീ ദുൽ ഖലാസയെ സ്വതന്ത്രമാക്കുമോ അല്ലെങ്കിൽ അതിനെ നന്നാക്കുമോ എന്നുള്ള രീതിയിൽ. ഈ ദുൽ ഖലാസ എന്ന് പറയുന്നത് ഒരു വീടായിരുന്നു. ഖതാം എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ വീട്. അവർ അവിടെ വിഗ്രഹാരാധന നടത്താറുണ്ടായിരുന്നു. തവിയ്യ വിഗ്രഹങ്ങളെ വെച്ചിട്ട് ആരാധിക്കാറുണ്ടായിരുന്നു. അദ്ദൗസ്, ഖതമ്, ബജൈല എന്നീ ഗോത്രങ്ങളാണ് അവിടെ ആരാധിച്ചിരുന്നത് ആ വിഗ്രഹത്തിനെ. അതിനെ അൽ കാബൽ യമനിയ, യമനിലുള്ള കാബ എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ പേര്. അലി യമൻ ഭാഗത്തേക്ക് ഉള്ള കാബ. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. 150 പട്ടാളക്കാരുണ്ടായിരുന്നു. അഹ്മാസ് എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു. അവരെല്ലാവരും വലിയ കമാൻഡോകളായിരുന്നു. അതായത് ഓരോരുത്തരും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ. സാധാ പട്ടാളക്കാരല്ല, കൂടിയ ഇനം പട്ടാളക്കാരായിരുന്നു. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, എനിക്ക് കുതിരപ്പുറത്തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തോ കാരണം കൊണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചിൽ കുറേ തടവി. അതായത് അവിടെ എൻ്റെ നെഞ്ചിൽ എനിക്ക് വിരലടയാളം കാണാമായിരുന്നു. അപ്പോൾ ചുവപ്പ് നിറോ അതല്ലെങ്കിൽ ഞെക്കിയതിൻ്റെ പാടോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇങ്ങനെ തിരുമ്മി കുറേ അടയാളം വരുന്നവരെ തിരുമ്മി. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ നീ ഇവനെ ഉറപ്പിച്ച് നിർത്തണേ, അല്ലെങ്കിൽ ധൈര്യം, ശക്തി ഇതൊക്കെ കൊടുക്കണേ. അതുപോലെ ഇവനെ നീ നേർമാർഗത്തിലാക്കണേ, അല്ലെങ്കിൽ വഴി കാണിക്കണേ, നേരായ വഴിയിലുള്ള ഒരു മനുഷ്യൻ ആക്കണേ എന്ന് ദുആ ചെയ്തു. ഞങ്ങൾ എന്നിട്ട് ആ വീട്ടിലേക്ക് പോയി. ആ വീട് മുഴുവൻ പൊളിച്ചു മാറ്റി, എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ എടുത്ത് കളയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അത് കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു സന്ദേശവാഹകനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി വിട്ടു. ജരീറിൻ്റെ സന്ദേശവാഹകൻ വന്നിട്ട് പറഞ്ഞു, അവനാണ് ആരാണോ താങ്കളെ സത്യസന്ദേശവുമായി അയച്ചത്, അതായത് അള്ളാഹുവാണ് സത്യം, ഞാൻ അവിടം വിട്ടില്ല. ആ ഏരിയ അല്ലെങ്കിൽ അവിടം പൊടിയായി അല്ലെങ്കിൽ ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ ആവുന്നതുവരെ. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അത് മുഴുവൻ നശിച്ചു പോകുന്നതും ഇല്ലാതെയായി പോകുന്നതും ഉപേക്ഷിക്കപ്പെട്ട ഒട്ടകം അല്ലെങ്കിൽ ചത്ത് ചീഞ്ഞ് കിടക്കുന്ന ഒരു ഒട്ടകം പോലെയോ അതല്ലെങ്കിൽ ദ്രവിച്ച് നശിച്ച് പോയ ഒരു ഒട്ടകം പോലെയോ ആയിത്തീരുന്നത് വരെ ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീട് എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ ഒരു വീടുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. പക്ഷേ എന്നാൽ നശിച്ച് പൊടിയായി പോവുകയും ചെയ്തു. ജരീർ കൂട്ടിച്ചേർക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, കുതിരകളെയും അഹ്മാസിൽ നിന്നുള്ള ആളുകളെയും 5 ഇരട്ടി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാവുന്നത്, നമുക്കൊക്കെ ദുആ ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാൾ അവന് നീ ഇരട്ടി കൂലി കൊടുക്കണേ റബ്ബേ, അല്ലെങ്കിൽ അയാൾക്ക് നീ 10 ഇരട്ടി കൂലി കൊടുക്കണേ, അങ്ങനെയൊക്കെ ദുആ ചെയ്യാവുന്നതാണ്. അതാണോ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 9ാമത്തെ വാല്യത്തിൽ 7116 ഇതുണ്ട്. അതുപോലെ 5ാമത്തെ വാല്യത്തിൽ 4537 ഇത് ആവർത്തിക്കുന്നു. ഖാല അലി ജരീറുൻ ഖാല അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തുരിഹൂനി മിൻ ദിൽ ഖലസതി വകാന ബൈതൻ ഫി ഖസാമ യുസ്മാ കഅബത്തുൽ യമാനിയത്തി ഖാല ഫന്തലഖതു ഫി 50 و100 ഫാരിസിൻ മിൻ അഹ്മസ വകാനു അസ്ഹാബ ഖൈലിൻ ഖാല കുൻതു ലാ അസ്ബുതു അലാ ഖൈലി ഫളറബ ഫി സ്വദ്രി ഹത്താ റഅയ്തു അസറ അസ്വാബിഹി ഫി സ്വദ്രി വഖാല അല്ലാഹുമ്മ സബ്ബിത്ഹു വജഅൽഹു ഹാദിയൻ മഹ്ദിയ فانطلق إليها فكسرها وحرقها ثم بعث إلى رسول الله صلى الله عليه وسلم يخبره فقال رسوله جرير والذي بعثك بالحق ما جئتك حتى تركتها كأنها جمل
അജ്വഫു ഔ അജ്റബു. ഖാല ഫബാറക ഫി ഖൈലി അഹ്മസ വറിജാലുഹ ഖംസ മറത്തിൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനി അൻ നദീർ ഗോത്രത്തിൻ്റെ ഈന്തപ്പനകൾ കത്തിച്ചിട്ടുണ്ട്. അതൊരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. സാധാരണ രീതിയിൽ കത്തിക്കാൻ പാടില്ല എന്ന് കൃത്യമായി ഉത്തരവുള്ളതാണ് റസൂലിൻ്റെ തന്നെ. ഈ ഒരു പ്രശ്നത്തിൽ എന്ന് പറഞ്ഞാൽ ബനു അൻ നദീർ ഗോത്രക്കാർ കോട്ടയ്ക്കുള്ളിൽ കയറി താമസിക്കുകയും സുരക്ഷിതമായിട്ട് പുറത്ത് അവർക്ക് ഈന്തപ്പഴത്തോട്ടങ്ങളും ഉണ്ടായിരുന്നു, ഒരുപാട് നല്ല കൃഷിയൊക്കെ ഉള്ള. അപ്പോൾ അവർക്കൊരിക്കലും പട്ടിണിയോ വെള്ളമോ ആവശ്യങ്ങളോ ഒന്നുമില്ല. ഒരിക്കലും കോട്ടയ്ക്ക് പുറത്തു വരേണ്ട കാര്യമില്ല. ഇവരെ കോട്ടയ്ക്ക് ചുറ്റും വളഞ്ഞേക്കുവാണ്. യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ഒരു മാർഗവും ഇല്ല, അവർ കീഴടങ്ങുകയും ഇല്ല. അങ്ങനെ വന്നപ്പോൾ ഈ ഈന്തപ്പനകളെ മുഴുവൻ വെട്ടി കത്തിച്ച് കളയാൻ റസൂൽ ഉത്തരവിട്ടു. അപ്പോൾ അവർ കീഴടങ്ങി. പിന്നെ അവർക്ക് വേറെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളക്കാരൊന്നും പുറത്തേക്ക് വരുന്നില്ല, അപ്പോൾ യുദ്ധമില്ല. കൃഷിക്കാർ പുറത്ത് പോയി കൃഷിയൊക്കെ ചെയ്ത് എല്ലാ വിളവൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു, അവർ പോയി തിന്നുന്നു, അവിടെ സുഖമായി താമസിക്കുന്നു. അതൊരു യുദ്ധതന്ത്രമായിരുന്നു. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കാവൽ ഉള്ള മരങ്ങളെയോ അല്ലെങ്കിൽ മക്കയിലും മദീനയിലും ഉള്ള മരുഭൂമി ആയതുകൊണ്ട് ഒരു രീതിയിലുള്ള മരങ്ങളെയും വെട്ടാൻ അനുവാദമില്ല. നമ്മൾ നേരത്തെ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഹറഖ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഖ്ല ബനി നദീർ. ഉറങ്ങി കിടക്കുന്ന ഒരു മുശ്രിക്കിനെ അല്ലെങ്കിൽ ബഹുദൈവ ആരാധകനെ അല്ലെങ്കിൽ വിഗ്രഹ ആരാധകനെ അല്ലെങ്കിൽ തീ ആരാധകനെ കൊല്ലുന്നത്. ഖാതിലുൽ മുശ്രിക്കി അന്നാഇം. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം അൻസാരി ആളുകളെ അബൂ റാഫിയെ കൊല്ലാൻ വേണ്ടി വിട്ടു. ഒരാൾ അതിനുള്ളിൽ കയറിപ്പറ്റി, അത് ശത്രുക്കളുടെ കോട്ടയിൽ. ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അവരുടെ മൃഗങ്ങളുടെ തൊഴുത്തിൽ ഒളിച്ചിരുന്നു, അവർ കോട്ടവാതിൽ അടച്ചു. പിന്നീട് അവരുടെ കഴുതയെ കാണാതെ പോയി. അതിനെ തപ്പാൻ വേണ്ടി അവരെല്ലാവരും പോയി. അപ്പം ഞാനും ആ കൂട്ടത്തിൽ പോയി, അറിയാതെ. അവർ മനസ്സിലായില്ല. ചിലപ്പോൾ വല്ല ചൂടോ തണുപ്പോ ഒക്കെ ഉള്ളതുകൊണ്ട് വല്ല തലയൊക്കെ മൂടി മുഖം തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലായിരിക്കും അവർ പൊതുവെ നടക്കുന്നത്. അപ്പം ഈ ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. അതുപോലെ പുറത്തുപോയി കഴുതയെ കണ്ടുപിടിച്ചു. അവരെല്ലാവരും തിരിച്ചു വന്നു. ഞാനും അവരോടൊപ്പം കോട്ടയിലേക്ക് തിരിച്ച് കയറി. അപ്പോൾ അവർക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ കോട്ടയുടെ ഗേറ്റ് അടച്ചു, പൂട്ടി താക്കോല് ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് ജനലിൻ്റെ അടുത്ത് എവിടെയോ വയ്ക്കുന്നത് ഞാൻ കണ്ടു. അതിനു വേണ്ടിയിട്ടാണ് ആൾ അകത്ത് കയറി ഇരിക്കുന്നത്, ഈ കമാൻഡോ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനെ ആളുകൾ ഇറങ്ങിയപ്പോൾ ഞാൻ താക്കോലെടുത്തു, ഗേറ്റ് തുറന്നു. എന്നിട്ട് ഞാൻ അബൂ റാഫീൻ്റെ അടുത്ത്, അല്ലയോ അബൂ റാഫിയെ എന്ന് വിളിച്ചു. അപ്പോൾ അയാൾ എനിക്ക് ഉത്തരം തന്നു. അതായത് ഇരുട്ടായിരിക്കും, വീട്ടിൽ വിളിച്ചു. അപ്പോൾ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഞാൻ പോയി. അവനെ ഇടിക്കുകയോ അടിക്കുകയോ ചെയ്തു. അപ്പോൾ അബൂ റാഫി ഒച്ച ഉണ്ടാക്കി. അപ്പം ഞാൻ പുറത്തേക്ക് വന്നു. എന്നിട്ട് ശബ്ദം മാറ്റി ഞാൻ അയാളെ സഹായിക്കാനുള്ള ആളാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചു, അബൂ റാഫിയെ എന്ത് പറ്റി? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ആരാ നീ? നിൻ്റെ ഉമ്മാക്ക് നാശം, ഒരു ശാപം പോലെ. അപ്പം ഞാൻ പറഞ്ഞു, എന്താ നിനക്ക് പറ്റിയത്? അപ്പോൾ ആദ്യം വന്ന് ഇടിച്ചിട്ട് പോയ ആളല്ല എന്നുള്ള രീതിയിൽ, പുറത്തുനിന്ന് വരുന്ന വേറെ ആരോ ആണ്, അല്ലെങ്കിൽ അയാളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള രീതിയിൽ, നിനക്കെന്നാ പറ്റിയെന്ന് പറ. അയാൾ പറഞ്ഞു, എനിക്കറിയില്ല, ആരോ വന്ന് എന്നെ ഇടിക്കുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്തു. അപ്പോൾ ആൾ പുറത്തേക്ക് വാതിക്കേക്ക് വന്നിട്ടുണ്ടാവും അപ്പോഴേക്കും. അപ്പം ഞാൻ എൻ്റെ വാള് അയാളുടെ വയറ്റിൽ കൂടെ കുത്തിക്കയറ്റി, പുറകിലുള്ള എല്ലിൽ പോയി കുത്തുന്നത് വരെ. ഞാൻ എന്നിട്ട് പുറത്തു വന്നു. ആ കമാൻഡോ ഓപ്പറേഷനിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആദ്യത്തെ പ്രാവശ്യം കൊല്ലാൻ പറ്റിയില്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഞെട്ടലിലും ഒക്കെ ആയിരുന്നു ഞാൻ. കോണിയുടെ അടുത്തേക്ക് വന്നപ്പോൾ, അതായത് കോട്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വീണു. എൻ്റെ കാലിന് ഉളുക്ക് സംഭവിച്ചു. എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞു, കാല് വയ്യ, വലിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. എന്നിട്ടും പറഞ്ഞു, ഞാനിവിടുന്ന് പോകില്ല, സ്ത്രീകൾ കരയുന്ന ശബ്ദം കേൾക്കുന്നത് വരെ, അതായത് ആൾ ചത്തു എന്ന് ഉറപ്പാക്കിക്കുന്നവരെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്ത്രീ കരയുന്നത് കേട്ടു, അബൂ റാഫീൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അബൂ റാഫീന് വേണ്ടി ഒരു സ്ത്രീ കരയുന്നത് കേട്ടു. ഹിജാസിലെ കച്ചവടക്കാരനായിരുന്നു അബൂ റാഫി. അപ്പോൾ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ യാത്ര തുടർന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എത്തുന്നതുവരെ. എന്നിട്ട് അദ്ദേഹത്തിന് ഇത് അറിയിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊരു കമാൻഡോ ഓപ്പറേഷനായിട്ടാണ് കാണേണ്ടത് ഇന്നത്തെ കാലത്ത്. അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുമാ ഖാല ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്തൻ മിനൽ അൻസാരി ഇലാ അബി റാഫിൻ ലിയഖ്തുലു ഫഅൻതലഖ റജുലുൻ മിൻഹും ഫദഖല ഹിസ്നഹും ഖാല ഫദഖൽതു ഫീ മർബിതി ദവാബ ലഹും ഖാല വലഖു باب الحصن ثم إنهم فقدوا حمارا لهم فخرجوا يطلبونه فخرجت في من خرج أريهم أنني أطلبه معهم فوجدوا الحمار فدخلوا ودخلت وأغلقوا باب الحصن ليلا فوضعوا المفاتيح في قوة حيث قراها فلما ناموا أخذت المفاتيح
ففتحت باب الحصن ثم دخلت عليه فقلت يا أبا رافع فأجابني فتعمدت الصوت فضربت فصحح فخرجت ثم رجعت كأني مغيث فقلت يا أبا رافع وغيرت صوتي فقال ما لك لأمك الويل قلت ما شأنك قال لا أدري من دخل علي فضربني قال فوضعت صيفي في بطنه ثم تحاملت عليه حتى قرأ الهضم ثم خرجت وأنا دهش فأتيت سلما لهم لأنزل منه فوقعت ووثئت رجلي فخرجت إلى أصحابي فقلت ما أنا ببارح حتى أسمع الناعية فما برحت حتى سمعت نايا أبي رافع تاجر أهل الحجازي قال فقمت وما بي قلبة حتى أتينا النبي صلى الله عليه وسلم فأخبرناه. അൽബറാവിൻ ആസിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം അൻസാരികളെ അബൂ റാഫിൻ്റെ അടുത്തേക്ക് വിട്ടു. അബ്ദുല്ലാഹിബ്നു അത്തീഖ് ആളുടെ വീട്ടിൽ കയറി, അതായത് അബൂ റാഫിൻ്റെ വീട്ടിൽ രാത്രിയിൽ. എന്നിട്ട് അയാളെ കൊന്നു. അവൻ ഉറക്കത്തിലായിരുന്നു. തൊട്ട് മുമ്പുണ്ട ഹദീസ് വളരെ ചുരുക്കി എഴുതിയിരിക്കുന്നു. അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുമാ ഖാല ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്തൻ മിനൽ അൻസാരി ഇലാ അബി റാഫിൻ ഫദഖല അലൈഹി അബ്ദുല്ലാഹി ഇബ്നു അത്തീഖിൻ ബൈതഹു ലൈലൻ ഫഖതലഹു വഹുവ നായിമുൻ. അപ്പോൾ കമാൻഡോ ഓപ്പറേഷനൊക്കെ അനുവദനീയമാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ. ശത്രുവിനെ രാത്രിയിൽ പോയി കൊല്ലുക, ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതാണ്. കമാൻഡോ ഓപ്പറേഷൻസൊക്കെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. ശത്രുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടമില്ലാതിരിക്കുന്നത്. ലാ തമന്നൗ ലിഖാഅ അൽ അദുവ്വ്. സാലിം അബി നവർ വിശദീകരിക്കുന്നു, ഉമർ ബിൻ ഉബൈദില്ലായുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയാണ് അയാൾ. ഞാൻ ഉമറിൻ്റെ കണക്കപ്പിള്ളയായിരുന്നു, അല്ലെങ്കിൽ എഴുത്തുകാരനായിരുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ അബി ഔഫ ഉമർ ബിൻ ഉബൈദില്ലയ്ക്ക് എഴുത്ത് എഴുതി. അദ്ദേഹം അൽ ഹറൂറിയയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് എഴുതിയത്. അതിനകത്ത് ഞാൻ വായിച്ചു, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പല യുദ്ധങ്ങളിലും നേരം വെളുക്കുന്നത് വരെ, സൂര്യൻ ചായുന്നത് വരെ കാത്തിരിക്കാറുണ്ടായിരുന്നു. അതായത് യുദ്ധം തുടങ്ങുന്ന കാര്യമാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ഹദ്ദസനി സാലിമുൻ അബുൻ നദ്രി മൗല ഉമർ ഇബ്നു ഉബൈദില്ലാ കുൻതു കാത്തിബൻ ലഹു ഖാല കതബ ഇലൈഹി അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ ഹീന ഖറജ ഇലാ ഹറൂരിയ്യതി ഫഖറഅതുഹു ഫഇദാ ഫീഹി ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അയ്യാമിഹി അല്ലതി ലഖിയ ഫീഹൽ അദുവ്വൻ ദറ ഹത്താ മാലത്തി ഷംസ്. എന്നിട്ട് അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ആളുകളെ, ശത്രുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കരുത്. അള്ളാഹുവിനോട് സുരക്ഷിതത്വം ചോദിക്കുക. അതായത് യുദ്ധമൊന്നും വേണ്ട, സമാധാനം തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യുക. പക്ഷേ ശത്രുവുമായി നേർക്കുനേർ വന്നാൽ, അല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, യുദ്ധം തുടങ്ങി, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ. തുടങ്ങിയാൽ ക്ഷമിക്കുക, എന്നിട്ട് ഓർക്കുക, സ്വർഗം എന്നത് വാളിൻ്റെ നിഴലിന് താഴെയാകുന്നു. അതായത് വാൾ ഉയർത്തിയാലേ താഴെ നിഴൽ വരുള്ളൂ. പോക്കറ്റിലിട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉറയിലിട്ടുകൊണ്ടിരുന്ന അതുണ്ടാവില്ലല്ലോ, ആ നിഴലിൻ്റെ കീഴിലാണ്. ഇത് യുദ്ധം ചെയ്താലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞാൽ, അല്ലാഹുവേ, വിശുദ്ധ പുസ്തകത്തിൻ്റെ അവതാരകനെ, കാർമേഘങ്ങളെ നീക്കുന്നവനെ. അപ്പോൾ ഇതിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും വേറെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന കാർമേഘത്തിനെ തള്ളിക്കൊണ്ട് നടക്കുന്നവനെ, അഹ്സാബിലെ ആളുകളെ തോൽപ്പിച്ചവനെ. അഹ്സാബ് എന്ന് പറയുന്നത് നമ്മൾ സഖ്യകക്ഷി യുദ്ധം എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് ഗോത്രങ്ങൾ കൂടിച്ചേർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതാണ് അഹ്സാബ്, അതല്ലെങ്കിൽ സഖ്യകക്ഷി യുദ്ധം. അവരെ നീ പരാജയപ്പെടുത്തുക, ഞങ്ങൾക്ക് വിജയം തരുക. ثم قام في الناس فقال يا أيها الناس لا تمنوا لقاء العدو وسلوا الله العافية فإذا لقيتموهم فاصبروا واعلموا أن الجنة تحت ظلال السيوف. ثم قال اللهم منزل الكتاب ومجري السحاب وهازم الأحزاب ഇഹ്സിംഹും വൻസുർനാ അലൈഹിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ശത്രുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കരുത്. അതായത് ഒരു യുദ്ധം വേണം എന്ന് ആഗ്രഹിക്കരുത്. പക്ഷേ യുദ്ധം അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റുന്നില്ല. നീ ശത്രുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണെങ്കിൽ, നീയും ശത്രുവും നേർക്കുനേർ ആണെങ്കിൽ ക്ഷമിക്കുക.
അതായത് ക്ഷമ കൈക്കൊള്ളുക, എടുത്തിയാടിയൊന്നും ചെയ്യരുത്, അവിവേകം കാണിക്കരുത്, പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത് കളയുക, രീതിയിൽ കൂടെ കയറിപ്പോൾ അങ്ങനെയല്ല, എല്ലാം ആലോചിച്ച് പരിഗണിച്ച് കഴിവുള്ള യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്ന ആളുകളുമായി ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് വേണം ചെയ്യാൻ. അവിടെ ചെല്ലുമ്പോൾ തിരക്ക് കാണിക്കരുത്, ക്ഷമ കാണിക്കുക. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തതമന്നു ലിഖാഅൽ അദുവി ഫഇദാ ലഖീതുമുഹും ഫസ്ബിറു. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.